CSDS സംഘടനയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി. സംഘടനയിൽ നിന്ന് പുറത്തുപോയവരും പുറത്താക്കപ്പെട്ടവരുമാണ് സംഘടനയുടെ പേര്, ചിഹ്നം എന്നിവ ഉപയോഗിച്ച് അനാവശ്യ പ്രചരണങ്ങളും പണപ്പിരിവും നടത്തുന്നതെന്ന് സംസ്ഥാന നേതൃത്വം കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ വ്യാജമായി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും CSDSന്റെ രജിസ്ട്രേഷൻ നമ്പറും കൊടിയും ചിഹ്നങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതും കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതി തടഞ്ഞിട്ടുള്ളതാണ്. 2013 മുതൽ രജിസ്ട്രേഷൻ നടത്തുകയും 2024 വരെ രജിസ്ട്രേഷൻ പുതുക്കി KK സുരേഷ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് CSDS. ഈ സംഘടനയിൽ നിന്നും സ്വയം രാജിവെച്ച് പോയവരും സംഘടനാ വിരുദ്ധ പ്രവർത്തനം മൂലം സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായവർ CSDSന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരണം നടത്തുകയും സംഘടനയുടെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടതായി CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. CSDSന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ 1000 കുടുംബയോഗങ്ങളും 20 താലൂക്ക് കമ്മിറ്റികളും 50 പഞ്ചായത്ത് കമ്മിറ്റികളുമുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. കേരള രാഷ്ട്രീയത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് CSDS. നിരവധി സമരമുഖങ്ങൾ ഞങ്ങൾ തുറന്നുണ്ട്. ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ സമരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും. ഈ സമീപകാലത്ത് CSDSന്റെ പേരിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനെതിരെ ഉള്ള ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഞങ്ങൾക്കെതിരായി നിൽക്കുന്നത്. ഇന്ന് ഒരു 10,000 പേരെ ഒന്നിച്ചിറക്കി ഒരു സമ്മേളനം നടത്തുവാൻ കഴിയുന്ന ഒരു സംഘടന, ദളിത് സംഘടനയാണ് CSDS. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയവും മതചിന്തകളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഈ സമൂഹത്തിന് വിരോധിച്ചു വേണ്ടിയാണ് നിന്നത്. അപ്പൊ ഇതിൽ നിന്ന ചില ആളുകൾ 2018 രാഷ്ട്രീയ പാർട്ടികളിൽ പോയതിനു ശേഷമാണ് CSDSന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഇതിനെതിരെയുള്ള അതിശക്തമായ ഒരു നീക്കമാണ് കേരളത്തിൽ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങളുള്ള പ്രസ്ഥാനമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾക്ക് കാരണമായ ഒരു സംഘടനയുടെ പേര് നിങ്ങൾ വായിച്ചു കാണുന്നത് CSDS എന്നാണ് അതിന്റെ പേര്. അത്തരമൊരു സംഘടനയെ പുലർത്താൻ വേണ്ടിയും അതിന്റെ പേര് വ്യാജ പ്രചരണം നടത്തുക, അതിന്റെ പേര് പണപ്പിരിവുകൾ പോലും ഈ ഹൈറേഞ്ച് മേഖലയിൽ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. CSDSന്റെ രേഖകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് കോടതി തടഞ്ഞ സ്ഥിതിക്ക് മാധ്യമങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ പ്രസ്ഥാനം രജിസ്ട്രേഷൻ നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഒരു സംഘടനയ്ക്ക് ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാകൂ. സംഘടനയ്ക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ, ട്രഷറർ പ്രവീൺ ജെയിംസ്, സെക്രട്ടറിമാരായ ലീലാമ്മ ബെന്നി, വിനു ബേബി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സണ്ണി കണിയാമുറ്റം, മോബിൻ ജോണി, ഇടുക്കി ജില്ലാ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ KV പ്രസാദ്, രാജൻ ലബക്കട, ബിനു ചാക്കോ, സണ്ണി തോമസ്, സോമി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു.